അടിമത്തവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറുമായിട്ടുള്ള സംവാദത്തിൽ ലിയാഖത്ത് അലി അവസാനം കൊണ്ടുവരുന്ന ഒരായുധാണല്ലോ ISIS. അപ്പോൾ ISIS ഇപ്പോഴും അടിമത്തം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടിമത്തം ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ അനുസരിച്ച് ഇന്ന് ജീവിക്കുന്നവർ ISIS ആണ്, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നുള്ളതാണ് ലിയാഖത്ത് അലിയുടെ വാദം. ഇവരുടെ ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ ഇസ്ലാമിക വിമർശകരെ കുറിച്ച് ഒരു വല്ലാത്ത ഒരു വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും ഗതികെട്ടൊരവസ്ഥയിലേക്ക് ഈ അത്യസ്റ്റുകൾ പോയല്ലോ എന്നുള്ളതാണ്. കാരണം ഇസ്ലാം എന്താണ്, അല്ലെങ്കിൽ ഖുർആൻ എന്താ പഠിപ്പിക്കുന്നത് എന്ന് ഖുർആൻ ഒരു ഏവറേജ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സംഗ്രഹമെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ്റെ ഒരു ആശയ സംഗ്രഹമൊക്കെ വായിക്കാൻ സമയമല്ലെങ്കിൽ ഇന്ന് AI ടൂളുകൾ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു AI ടൂളിനോട് അരമിനിറ്റ് കൊണ്ട് ആരാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമുക്ക് പറഞ്ഞു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടൂളുകൾ പറഞ്ഞു തരും. ISIS എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഖുർആനിൽ ഉണ്ട് എന്നാണ് ലിയാഖത്ത് ആ സംവാദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ഇസ്ലാം വിമർശകർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഖുർആനിൽ അത് മാത്രമല്ല ഉള്ളത് എന്നുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് സംഗതികളുണ്ട്. ഖുർആനിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട്. ചില ആളുകളോട് ശത്രുത പോലും ഉണ്ടാകരുതെന്നും അവരോട് നല്ല രീതിയിൽ നിങ്ങൾ സഹകരിച്ച് മുന്നോട്ട് പോകണം, ജീവിക്കണം എന്ന് പറയുന്ന ഖുർആൻ ആയത്തുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ISIS ചെയ്യാത്ത കുറേ സംഗതികളും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ ആരോടാ പറഞ്ഞത്? അത് മുസ്ലിങ്ങളോട് പറഞ്ഞതല്ലേ. അത് പിന്നെ ആരാണ് പാലിക്കുന്നത്? ISIS എപ്പോഴെങ്കിലും ഈ മുസ്ലിങ്ങളല്ലാത്ത ആളുകളോട് കാരുണ്യം കാണിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരോടൊരു സഹകരണത്തിന്റെ മനോഭാവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ എന്താ പറയുന്നത്? മുസ്ലിങ്ങളല്ലാത്ത സകല മനുഷ്യരെയും നിങ്ങൾ എല്ലാ സമയത്തും കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാത്ത ആളുകൾ, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, അവർ നിങ്ങളോട് നല്ലപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അതിനേക്കാൾ ഭംഗിയായിട്ട് നല്ലപോലെ നിൽക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇനി യുദ്ധത്തിൽ പോലും ഒരുപാട് വിട്ടുവീഴ്ചയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ പിടിക്കപ്പെടുന്ന ആളുകളെ മുഴുവൻ അടിമകളാക്കണം എന്ന് ഖുർആൻ പറയുന്നില്ലല്ലോ. അങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ മോചനദ്രവ്യം വാങ്ങിയിട്ടോ വെറുതെയോ വിട്ടയക്കാമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമല്ലോ. ISIS അത് സ്വീകരിക്കുന്നുണ്ടോ? ISIS എന്തുകൊണ്ട് തീവ്ര നിലപാട് മാത്രം എടുക്കുന്നു? ഖുർആനിൽ കുറേ സംഗതികൾ പറഞ്ഞിട്ടുണ്ടാവും. അതിലെ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ തലയും വാലും ഒക്കെ വെട്ടിമാറ്റിയിട്ടുള്ള ചില വചനങ്ങളുമായിട്ടാണ് ISIS നടക്കുന്നത്. ഈ ISIS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇസ്ലാമിക വക്താക്കളൊന്നുമല്ല. ഇവർക്കും ഇത് അറിയായിട്ടുമല്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ അടിക്കാൻ ഇവർക്ക് ചില പിടിവള്ളികൾ വേണം. അതിന് ഇവർ ISISന്റെ അടുത്ത് മുന്നിലിടുന്നു എന്ന് മാത്രം. ഒരു ഉദാഹരണത്തിന് ഖുർആൻ പ്രകാരം ദൈവമില്ല എന്ന് ഒരു അത്യസ്റ്റ് വാദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതായത് ഖുർആന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഇതിനെ രണ്ടായിട്ട് അങ്ങോട്ട് മുറിച്ചാൽ എന്താവും? ലാ ഇലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരു ദൈവവും ഇല്ല എന്നുള്ള അർത്ഥം വരിക. അപ്പൊ ഇത് എത്രമാത്രം ബാലിശമാണോ അതേപോലെ തന്നെ ബാലിശമാണ് ISIS ഇസ്ലാമാണ് എന്ന ഇസ്ലാം വിമർശകരുടെ വാദം. അത്രേ ഉള്ളൂ.